ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബീട്രൂട്ട് സൂപ്പാണ്. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സെറ്റപ്പാണ്. നല്ല ഹെൽത്ത് നോക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അതിലേക്ക് വേണ്ട ഒരു 10 അല്ലി വെള്ളുള്ളിയാണ്, ഒരു 1/4 മുറി സവോള, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി തക്കാളി. ഇത്രയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു അടി കട്ടിയുള്ളൊരു കടായി അടുപ്പിലേക്ക് വെച്ച് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. വെള്ളുള്ളി എടുത്തതിൽ ഒരു 6 എണ്ണം ചേർത്ത് കൊടുത്തു. ഇഞ്ചി ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ബീട്രൂട്ട് ഞാൻ ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇനി അതിലേക്ക് ആ തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതുകൂടി ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണിൽ താഴെ അത്രമാത്രം മതി. അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള സൂപ്പിന് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ആ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്താണ്. ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതേപോലെ കോരി മാറ്റുക. കഷ്ണങ്ങൾ മാത്രം നമ്മൾ സവോളയും തക്കാളിയും എല്ലാം അതിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇത് നമുക്ക് അവിടെ ബാലൻസ് വെക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളും സവോളയും വെള്ളുള്ളിയും തക്കാളിയും എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ സ്റ്റോക്കിൻ്റെ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അരച്ചത് പോരാ, കുറച്ചുകൂടി വേണം. ഇനി ഒരല്പം ചൂടുവെള്ളം വേറെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഞാനത് അരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അല്പം തരിതരിയായിട്ട് തന്നെ അരച്ചെടുക്കുക. ഈ സൂപ്പ് ഉണ്ടാക്കാൻ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചു. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾക്ക് ആ ബീട്രൂട്ട് അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾക്ക് ആ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്ര ഉണ്ടാകും. 2 പേർക്ക് കഴിക്കാനുള്ള നല്ലൊരു സൂപ്പാണ് ഇത്. ഈ മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പ് തന്നെയാണ്. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, ബ്ലഡൊക്കെ നന്നായിട്ട് വെക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇത്ര മാത്രം മതി. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചവർപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ വെള്ളുള്ളിയൊക്കെ കൂടുതൽ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ചവർപ്പൊന്നും ഉണ്ടാവില്ല, നല്ല രുചിയും ഉണ്ടാവും. നല്ലപോലെ ചോര ഉണ്ടാവാനും നല്ല നിറം വയ്ക്കാനൊക്കെ ഈ സൂപ്പ് മഴക്കാലത്ത് ഉപകരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരല്പം മല്ലിയില കൂടി അതിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം, ഒരു ചെറിയ മണത്തിനും കൂടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. പക്ഷേ ഫ്രഷ് ക്രീം ഉപയോഗിക്കാതെ തന്നെ ഇത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന കൂടുതൽ നല്ല ബെറ്ററാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 1/2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ 10 വെള്ളുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 4 എണ്ണം മാറ്റി വെച്ചു. അത് ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റുന്ന സമയത്ത് നമ്മൾ വെള്ളുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുന്ന സമയത്ത് സൂപ്പിലേക്ക് ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ദഹനത്തിനൊക്കെ നല്ല ഒരു ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അതുകൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ സൂപ്പ് ബൗളിലേക്കാണ് പകർത്തിയിരിക്കുന്നത്. അടിപൊളിയായില്ലേ? ഈ മഴക്കാലത്ത് എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്